ഞാൻ സിനിമയാണ് എടുത്തത്, പുസ്തകമല്ല എടുത്തത്. ആ സിനിമ കാണാനായിട്ടാണ് പ്രഷർ ഉണ്ടാവേണ്ടത്. സിനിമ ആൾക്കാർക്ക് കാണാവുന്ന പരുവത്തിൽ തിയേറ്ററിലായല്ലോ, എൻ്റെ ഇന്ന് പോയല്ലോ. എൻ്റെ ജോലി മുഴുവൻ കഴിഞ്ഞ് നിങ്ങളിലേക്ക് ഏൽപ്പിച്ചു തന്നു, നിങ്ങളതിനെ പലതരത്തിലുള്ള ആസ്വാദനത്തിലേക്ക് എത്തുന്നു. ഈ പ്രോസസ്സാണ് ഒരു ഫിലിം മേക്കറും ഓഡിയൻസുമായിട്ടുള്ള ഒരു വലിയൊരു ബന്ധം എന്ന് പറയുന്നത്. എൻ്റെ അടുത്ത് ക്ലൈമാക്സിനെ കുറിച്ച് വേറെ അഭിപ്രായമൊക്കെ പറഞ്ഞു. ഞാൻ അയ്യോ സിനിമ ചെയ്തു പോയല്ലോ, എന്ത് ചെയ്യും എന്ന് പറയുന്നത്. അപ്പം ആസ്വാദനം എനിക്ക് തോന്നുന്നില്ല. എൻ്റെ ശരിയാണ് ശരി എന്ന് സ്ഥാപിക്കാൻ വേണ്ടിയുള്ള വാശി കൊണ്ടാണ് അങ്ങനെ ശ്രമിക്കുന്നത്. ഒരു സിനിമയുടെ തിരക്കഥ എന്താണെന്ന് കൃത്യമായി ധാരണയുള്ള ഒരാളാണ് ഞാൻ. അത് ഞാൻ അല്പം ധൈര്യത്തോട്, അഹങ്കാരത്തോടല്ല, ധൈര്യത്തോട് പറയുന്ന ഒരാളാണ്. കാരണം ഞാൻ വെറുതെ എഴുതി പോകുന്ന ഒരാളല്ല. അതിനെക്കുറിച്ച്, സംഭവിക്കുന്നതിനെക്കുറിച്ച് കൃത്യമായി ആലോചിച്ച് ചെയ്യുന്ന ഒരാൾ. ഇപ്പം നജീബ് വളരെ റിലാക്സ്ഡായിട്ട് ഇരിക്കുന്ന സന്ദർഭങ്ങളുണ്ടായിരിക്കാം. പക്ഷെ ഞാൻ അതിനെ ഹൈലൈറ്റ് ചെയ്ത് കാണിക്കുമ്പോൾ ഈ തീവ്രത ഇവിടെ നഷ്ടപ്പെടും. കുറച്ച് വേണമെങ്കിലൊന്ന് ഒരു ലാഗ് ഫീൽ ചെയ്യണമെന്ന് എനിക്ക് തോന്നി. അത് മനഃപൂർവ്വമായി ചെയ്തതാണ്. കാരണം ഇയാൾ എങ്ങനെയെങ്കിലും അവിടെ എത്തണമെന്ന് നമുക്കും തോന്നണം. നമുക്കും ഇത് നടന്നൊന്നും മടുക്കണം കാണുന്നവനെ സംബന്ധിച്ചിടത്തോളം. ഇങ്ങനെയുള്ളൊരു സൈക്കോളജി ഒരുപാട് ഉപയോഗിച്ചിട്ടുണ്ട്. ഞാൻ വളരെ അതിശയത്തോടുകൂടി നോക്കി നിൽക്കുന്ന ഒരു വിഷയമാണ് സ്ത്രീ. നമ്മളെ അമ്പരപ്പിക്കുകയും ഒരുപാട് അറിയാം, ചിലപ്പം ഞാൻ അറിഞ്ഞത് ഒന്നുമല്ല എന്ന് തോന്നുകയും ഒക്കെ പറ്റുന്ന തരത്തിൽ, എന്താ പറയുക, ഞാൻ അല്പമായിട്ട് മാത്രമല്ലേ ഒരു സ്ത്രീ അറിഞ്ഞിട്ടുള്ളൂ എന്നൊക്കെ തോന്നും. തന്മാത്രയ്ക്കും കഥയുണ്ടായിരുന്നു, പക്ഷെ അതിൻ്റെ ഒരു സ്ക്രിപ്റ്റിലേക്ക് വരുന്നതിന് മുമ്പായിട്ട് മോഹൻലാലാണ് സിനിമ ചെയ്യുന്നതെന്നുള്ളത് ഏകദേശം ഒരു തീരുമാനമായിട്ടുണ്ടായിരുന്നു. പിന്നെ ഇപ്പോൾ സ്ക്രിപ്റ്റ് വായിച്ചതിന് ശേഷമാണ് ഫൈനലൈസ് ചെയ്യുന്നത് മാത്രമേ ഉള്ളൂ. എന്ന് പറഞ്ഞുകൊണ്ട് നമ്മൾ അവർക്ക് അവരുടെ ഒരു രീതിക്കായിട്ട് അങ്ങനെ ശ്രമിക്കാറില്ല. സിനിമ കണ്ടു. ഒരു 3 മണിക്കൂർ, 2:52 എന്നാൽ 3-ൻ്റെ അടുത്ത് വരുന്ന സമയം മടുപ്പില്ലാതെ കണ്ടിരിക്കാനായി എന്നുള്ളതാണ് ആ ഒരു ക്രാഫ്റ്റിൻ്റെ വിജയമായിട്ട് ഞാൻ കാണുന്നത്. ഏകദേശം ഒരു 2008 തിരക്കഥ എഴുതി തുടങ്ങിയും പിന്നീട് അതിനിടയിൽ കളിമണ്ണ്, പ്രണയം എന്നൊക്കെ പറഞ്ഞ് സിനിമ ചെയ്തു, ഒരു ഡോക്യുമെൻ്ററി ചെയ്തു, ഗിന്നസ് ബുക്ക് റെക്കോർഡ് നേടി, ഏറ്റവും ദൈർഘ്യമുള്ള ഡോക്യുമെൻ്ററി എന്നുള്ള രീതിയിൽ. അത് കഴിഞ്ഞ് പിന്നീട് 2018 ഈ സിനിമയുടെ ഷൂട്ട് തുടങ്ങുന്നതും കഴിയുന്നത് 2024. അങ്ങനെ അപ്പോഴേക്കും സിനിമയുടെ കഥാപരിസരവും കഥാപാത്രങ്ങളും കാഴ്ചക്കാരുടെ നിലപാടും ഒക്കെ മാറ്റം വന്നിട്ടുണ്ട്. അങ്ങനെ വന്ന് ഇപ്പോൾ സിനിമ എത്തി നിൽക്കുമ്പോഴും സിനിമ ശരിക്കും സിനിമയിൽ കണ്ട ഒരു പ്രത്യേകത എന്താണെന്ന് പറയുന്നത്, അതൊരു ലോകോത്തര നിലവാരത്തിലേക്ക് എത്തിക്കാനുള്ളൊരു ശ്രമം കണ്ടു. എന്താണ് സിനിമ പുറത്തിറങ്ങി ഇപ്പം കാണുന്ന കാഴ്ചകളൊക്കെ കാണുമ്പം തോന്നുന്നത്? ഈ 28-ാം തീയതി ഈ സിനിമ റിലീസായി സിനിമയ്ക്ക് വലിയ സ്വീകാര്യത ഉണ്ടായ സമയത്ത് പിന്നെ അതിനുശേഷവും പല മീഡിയകൾ തന്നെ വിളിച്ച് ചോദിക്കും എന്തു തോന്നുന്നു, ഇതേ ചോദ്യങ്ങൾ തന്നെ ചോദിക്കും. അപ്പോഴും പറഞ്ഞ അതേ മറുപടിയാണ് ഞാനിപ്പോഴും പറയാൻ ആഗ്രഹിക്കുന്നത്. എനിക്ക് തോന്നിയത് ഇത് സിനിമയായല്ലോ, സിനിമ ആൾക്കാർക്ക് കാണാവുന്ന പരുവത്തിൽ തിയേറ്ററിലായല്ലോ, എൻ്റെ ഇന്ന് പോയല്ലോ. എൻ്റെ ജോലി മുഴുവൻ കഴിഞ്ഞ് നിങ്ങളിലേക്ക് ഏൽപ്പിച്ചു തന്നു, നിങ്ങളതിനെ പലതരത്തിലുള്ള ആസ്വാദനത്തിലേക്ക് എത്തുന്നു. ഈ പ്രോസസ്സാണ് ഒരു ഫിലിം മേക്കറും ഓഡിയൻസുമായിട്ടുള്ള ഒരു വലിയൊരു ബന്ധം എന്ന് പറയുന്നത്. അപ്പം ഫിലിം മേക്കർ ഒരുപാട് കഷ്ടപ്പെട്ടിട്ടുണ്ടാവും, അയാൾക്ക് ഒരുപാട് സ്ട്രഗിൾ ഉണ്ടായിട്ടുണ്ടാകും. അതൊന്നും ഒരു വിപണനത്തിന് വേണ്ടി സംസാരിക്കാമെന്നുള്ളതല്ലാതെ കാഴ്ചക്കാരനെ സംബന്ധിച്ചിടത്തോളം ഇതൊന്നൊരു കൺസിഡറേഷനല്ല.
കാണുന്നവനെ സംബന്ധിച്ചിടത്തോളം ഈ പറഞ്ഞ 2:52 എന്ന് പറയുന്ന ഒരു ദൈർഘ്യത്തിൽ അവനെ എത്രത്തോളം കൊണ്ടുവരാൻ പറ്റുന്നു, അവനെ കണക്ട് ചെയ്യാൻ പറ്റുന്നു, അവന് പുതിയൊരു അനുഭവം ഉണ്ടാക്കാൻ പറ്റുന്നു, ഇത് തന്നെയാണ് മുഖ്യമായ കാര്യം. അപ്പോൾ ആസ്വാദനം അങ്ങനെ തന്നെയാണ്. അപ്പോൾ അതിന് സിനിമയ്ക്ക് കഴിഞ്ഞു എന്ന് കേൾക്കുന്നത് വലിയ സന്തോഷമാണ്. ഇപ്പോഴും അങ്ങനെയാണല്ലോ, നമുക്ക് ഇത്രയും അപ്പോഴാണ് നമുക്ക് ഈ വ്യർത്ഥമല്ല, വെറുതെ ആയില്ല എന്നുള്ളൊരു തോന്നൽ. എപ്പോഴും അങ്ങനെയാണല്ലോ. അടുത്തതിലേക്ക് ഉള്ള പ്രതീക്ഷകൾ നമ്മൾ ചെയ്തതിന് അംഗീകാരങ്ങൾ ലഭിക്കുമ്പോഴാണ് നമുക്ക് തന്നെ കോൺഫിഡൻസ് ഉണ്ടാവുക. നമ്മുടെ ശരികളാണ്, നമ്മുടെ ശരികൾക്ക് അർത്ഥമുണ്ട്, അത് തെറ്റായില്ല എന്ന് തോന്നുന്നിടത്താണ് നമ്മളെ തന്നെ നമുക്ക് അംഗീകരിക്കാൻ പറ്റുക. എന്നാലും കണ്ടു കഴിഞ്ഞപ്പോഴേ സിനിമ ഇങ്ങനെ ക്രാഫ്റ്റായി മുന്നിൽ പൂർണ്ണ രൂപത്തിൽ എത്തിക്കഴിഞ്ഞപ്പം അതിനകത്ത് ഏതെങ്കിലും കുറേ രംഗങ്ങൾ ഇങ്ങനെ എടുത്തു കഴിഞ്ഞപ്പോൾ ഏതെങ്കിലും രംഗം അതങ്ങനെ വേണ്ടായിരുന്നു, എങ്ങനെ ചെയ്യാമായിരുന്നു എന്ന് തോന്നിയത് ഏതെങ്കിലും ഉണ്ടോ? ഞാനത് ചോദിക്കാൻ കാരണം ഇപ്പോൾ എല്ലാവരും സംവിധായകരാ, ശ്രദ്ധിച്ചോന്നറിയില്ല, എല്ലാ സോഷ്യൽ മീഡിയ മുഴുവൻ സംവിധായകരാണ്. പല രീതിയിൽ അവർ സംവിധാനം ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് നമ്മുടെ ഈ ആടുജീവിതം. അപ്പം അവരിങ്ങനെ കുറേ അഭിപ്രായങ്ങൾ ഇടുമ്പം നമ്മൾ വായിക്കുന്നവർക്കും തോന്നും, ശരിയാണല്ലോ, ആ സീന് അങ്ങനെ അതുപോലെ. അല്ല, എനിക്കങ്ങനെ തോന്നിയിട്ടില്ല. എനിക്കങ്ങനെ തോന്നിയിരുന്നതിൻ്റെ അവസാന സമയം വരെ ഞാൻ അതിനെ കറക്റ്റ് ചെയ്തുകൊണ്ട് ഇരിക്കുകയാണ് ചെയ്യാറുള്ളത്. പിന്നെ നമുക്ക് ആൾക്കാർക്ക് അവിടെ പ്രത്യേകിച്ച് ഇതൊരു പുസ്തകം എന്നുള്ള രീതിയിൽ വായിക്കുമ്പോൾ ഈ വായിച്ചവരുടെ എല്ലാം മനസ്സിലൊരു സിനിമയുണ്ട്, അല്ലെങ്കിൽ അത് സിനിമയാക്കാൻ പോകുന്നു എന്ന് പറയുമ്പോൾ അതുവരെ സിനിമ ആയിരിക്കത്തില്ല, പക്ഷെങ്കിൽ അവർക്കൊരു ബിംബങ്ങളുണ്ട്, അല്ലേ, ഇമേജറി ഉണ്ട്. ആ ഇമേജറിയിൽ നിന്നിട്ടായിരിക്കും എല്ലാവരും വായിക്കുക. അപ്പം അത് എത്രത്തോളം കണക്ട് ചെയ്യുന്നു എന്നുള്ളതനുസരിച്ചാണ്. പക്ഷേ വായിക്കുന്ന വായനക്കാരനെ സംബന്ധിച്ചിടത്തോളം പലതരത്തിലുള്ള അവൻ്റെ ഉള്ളിൽ എഡിറ്റിംഗ് നടക്കുന്നുണ്ട്, അവൻ്റെ ഉള്ളിൽ വിഷ്വലൈസ് ചെയ്യുന്നുണ്ട്. ഇതിൽ നിന്ന് വ്യത്യസ്തമാണ് റിയാലിറ്റിയിലേക്ക് വരുമ്പോൾ. ഇതൊരു കഥ പോലെയല്ല, കഥയെക്കാട്ടും വളരെ വലിയൊരു കണ്ടിന്യൂറ്റി പ്രോസസ്സ് ആവശ്യമുള്ളൊരിതാണ്. അപ്പം വേറൊരാൾ ശരി എൻ്റെ അടുത്ത് ക്ലൈമാക്സിനെ കുറിച്ച് വേറെ അഭിപ്രായമൊക്കെ പറഞ്ഞു, ഞാൻ സിനിമ ചെയ്തു പോയല്ലോ, എന്ത് ചെയ്യും എന്ന് പറഞ്ഞു. അപ്പം ആസ്വാദനം എനിക്ക് തോന്നുന്നില്ല, എൻ്റെ ശരിയാണ് ശരി എന്ന് സ്ഥാപിക്കാൻ വേണ്ടിയുള്ള വാശി കൊണ്ടാണ് അങ്ങനെ ശ്രമിക്കുന്നത്. അത് ഈ കാലത്തിൻ്റെ ഒരു പ്രത്യേകത. ഇപ്പോൾ ഒരുപാട് പേര് വായിക്കപ്പെട്ടൊരു നോവലാണ്. ഓരോരുത്തരുടെ കാഴ്ചകളും ഓരോ രീതിയിലായിരിക്കും. ചിലപ്പം അതിൻ്റെ ആ ഒരു കഥാപാത്രങ്ങളുടെ രൂപമായാലും എല്ലാം തന്നെ. അപ്പോൾ അങ്ങനെ ഒരു നോവലിനെ സിനിമയിലേക്ക് കൊണ്ടുവരുമ്പം എന്തായിരുന്നു ഉണ്ടായിരുന്ന വെല്ലുവിളികൾ? അതുതന്നെയായിരുന്നു. ഇപ്പോൾ ഓരോരുത്തരുടെയും വായനക്കാരുടെയൊക്കെ മനസ്സിൽ ഓരോ സിനിമയുണ്ടെന്നും അതിനെ എങ്ങനെ അതിനോടൊപ്പം ചേർന്ന് നിൽക്കാൻ പറ്റും, അല്ലെങ്കിൽ അതിനൊക്കെ മുകളിലേക്ക് നിൽക്കാൻ പറ്റും എന്നുള്ളതനുസരിച്ചാണ് സിനിമ സക്സസ് ആകുന്നത്, വായിച്ചവരുടെ ഇടയിലെങ്കിലും. പക്ഷേ അത്തരം ഒരു ഭയത്തിൽ കൂടെ പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്കൊന്നും ചെയ്യാൻ പറ്റത്തില്ല. അപ്പോൾ എനിക്കെന്തായിരുന്നു സിനിമ, ഈ പുസ്തകം വായിച്ചിടത്തോളം. അപ്പോൾ എനിക്ക് വായിച്ചപ്പോൾ അതിൻ്റെ അകത്ത് എന്തെല്ലാം ഉൾക്കൊള്ളണം, എന്തെല്ലാം ഒഴിവാക്കണം, ഈ ഒരു സിനിമയുടെ തിരക്കഥ എന്താണെന്ന് കൃത്യമായി ധാരണയുള്ള ഒരാളാണ് ഞാൻ. അത് ഞാൻ അല്പം ധൈര്യത്തോട് പറയുന്ന ഒരാളാണ്. കാരണം ഞാൻ വെറുതെ എഴുതി പോകുന്ന ഒരാളല്ല, അതിനെക്കുറിച്ച് സംഭവിക്കുന്നതിനെക്കുറിച്ച് കൃത്യമായി ആലോചിച്ച് ചെയ്യുന്ന ഒരാൾ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ പുസ്തകത്തിൽ നിന്ന് എന്തൊക്കെ വേണം, എന്തൊക്കെ വേണ്ട, എന്തൊക്കെ വന്നാൽ അത് നന്നാകാൻ സാധ്യതയുണ്ട് എന്നൊക്കെ പറയുന്ന, ഒപ്പം തന്നെ ഇതിൽ വിട്ടുപോയിട്ടുള്ള എന്താണ് കാര്യങ്ങൾ. സാധാരണ ഒരു സിനിമ കുറച്ചും കൂടെ റിയലിസ്റ്റിക്കാണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ നജീബ് എന്ന് പറയുന്ന ഒരാളിൽ ഉണ്ടാകുന്നത് ഒരു അയാളുടെ ഭൂമികയിൽ നിന്ന് മാറി വ്യത്യസ്തമായ ഒരിടത്തോട്ട് വന്ന് നിൽക്കുമ്പോൾ ഉണ്ടാകുന്ന ഭയം, രക്ഷപ്പെടാൻ വേണ്ടിയുള്ള ശ്രമം, ഇവിടെയൊക്കെ അയാളുടെ ഓർമ്മകളുണ്ട്. എന്തിനാണ് അയാൾ രക്ഷപ്പെടാൻ ശ്രമിക്കുന്നത്? ഇതിലും നല്ലൊരു ജീവിതം അയാൾ ജീവിക്കാൻ പറ്റിയിട്ടുണ്ട്. അപ്പോൾ അയാളുടെ ഓർമ്മകളിൽ കൂടെയാണ് വരുന്നത്. അപ്പം അയാൾ പിന്നീട് അയാൾക്ക് രക്ഷപ്പെടാൻ പറ്റത്തില്ല എന്ന് പറയുമ്പോഴും അയാളിങ്ങനെ ഈ കണ്ണിമാങ്ങ ഇങ്ങനെ സൂക്ഷിച്ച് വെക്കുന്നത് ഞാനന്നേരം അത് ഒരു സാധാരണ മനുഷ്യൻ്റെ ഇമോഷനിലേക്കാണ് എനിക്ക് സഞ്ചരിക്കാൻ പറ്റുന്നത്. കാരണം ഈ രുചി, ഈ മണം എന്ന് പറയുന്നതാണ് അവൻ്റെ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകുന്നത്. അപ്പം പുസ്തകത്തിൽ പറയുന്ന നജീബിൻ്റെ സ്വഭാവ രൂപീകരണമല്ല ഞാൻ കണ്ടെത്തുക. അപ്പം പുസ്തകത്തിൽ നജീബ് ആടുകളോട്
ശങ്കരാടിച്ചേട്ടാന്നും പോച്ചക്കാരി രമണിയെന്നും പ്രേം നസീറെന്നും മോഹൻലാലെന്നും EMS എന്നും ഒക്കെ വിളിച്ച് പറഞ്ഞ് വർത്തമാനം പറയുന്നുണ്ട്. ഒന്ന് ഇമാജിൻ ചെയ്ത് നോക്കിയേ, പൃഥ്വിരാജ് ആദ്യഘട്ടത്തിൽ ഈ ആട്ടിൻകുട്ടികളോട് ഇങ്ങനെ വർത്തമാനം പറയുന്നു. വർത്തമാനം അയാൾ വളരെ റിലാക്സ് ആയതുകൊണ്ടല്ലേ ഒക്കെ അങ്ങനെ വർത്തമാനം പറയാൻ പറ്റുന്നത്. അയാൾ ആ ജീവിതമായിട്ട് ഇണങ്ങിച്ചേർന്നത് കൊണ്ടല്ലേ അങ്ങനെ വർത്തമാനം പറയാൻ പറ്റുക. അപ്പോൾ അടുത്ത സീനുകളെന്താണ്, ഇതിൻ്റെ തുടർച്ച ഉണ്ടാവണം, സിനിമയ്ക്കൊരു തുടർച്ച ഉണ്ടാവണം. പക്ഷെങ്കിൽ പുസ്തകത്തിന് അത്തരം ഒരു തുടർച്ച ആവശ്യമില്ല. കാരണം ഇത് ഓരോ അധ്യായത്തിൽ നമുക്ക് വ്യത്യസ്തമായ അനുഭവങ്ങളിൽ കൂടെ പറയാം. പക്ഷെ സിനിമയ്ക്ക് അങ്ങനെയല്ല. സിനിമ ഇങ്ങനെ ഒരു ഇൻ്റർവെല്ലിനാണ് ഒരു ചെറിയൊരു ഗ്യാപ്പ് ഇവിടെ ഉണ്ടാകുന്നത്. ഇൻ്റർനാഷണൽ സ്ക്രീനിങ്ങിൽ അതുപോലും ഉണ്ടാവില്ല, ഒറ്റയടിക്കാണ് സിനിമ. അപ്പോൾ ഈ ഒരു മാലയിലെ മുത്തുകൾ കോർക്കുന്നതിൻ്റെ കൂട്ടാണ് ഓരോ സീനുകളും വരുന്നത്. അതിൻ്റെ ഇടയ്ക്ക് വലിയ കല്ലുകളും വലിയ ഇതും അങ്ങനെ പലത് ഉണ്ടാകാൻ പറ്റില്ല. അപ്പം അത് എങ്ങനെയാണ് ഒരാളുടെ പെർഫോമൻസിൽ ഉണ്ടാവുക. അപ്പോൾ ഈയുടെ ഒരു കൺസിസ്റ്റൻ്റായിട്ടുള്ള ഇമോഷൻ ആവശ്യമാണ് നജീബിനെ സംബന്ധിച്ചിടത്തോളം. ആ ഇമോഷൻ എങ്ങനെയാണ് അങ്ങനെ ഒരു ഇപ്പം നജീബ് വളരെ റിലാക്സ്ഡായിട്ട് ഇരിക്കുന്ന സന്ദർഭങ്ങളുണ്ടായിരിക്കാം. പക്ഷെ ഞാൻ അതിനെ ഹൈലൈറ്റ് ചെയ്ത് കാണിക്കുമ്പോൾ ഈ തീവ്രത ഇവിടെ നഷ്ടപ്പെടും. ഇയാളിൽ കൊണ്ട് നിങ്ങൾക്കിപ്പം നജീബിൽ കൂടെ സഞ്ചരിക്കുന്നതിൻ്റെ അകത്ത് നജീബ് ഇടയ്ക്ക് ആടിൻ്റെ അടുത്ത് തമാശയും പറഞ്ഞ് വർത്താനം പറഞ്ഞ് ആടിനെ പ്രണയിച്ചു അല്ലെങ്കിൽ ഉമ്മ കൊടുത്തു എന്നൊക്കെ നടക്കുന്ന ഒരാളാണെങ്കിൽ എന്തായിരിക്കും അവസ്ഥ? അപ്പം വിമർശനത്തിന് വേണ്ടി ഇതിനെക്കുറിച്ച് വ്യക്തമായി ഞാൻ പറഞ്ഞല്ലോ, ഈ പുസ്തകം എനിക്ക് തോന്നുന്നു ബെന്യാമിൻ വായിച്ചതിനെക്കാട്ടും കൂടുതൽ വായിച്ചിട്ടുള്ള ഒരാളാണ് ഞാൻ. ഒപ്പം തന്നെ ഇതിൻ്റെ ഒരു ക്യാരക്ടർ സ്റ്റഡിയുണ്ട്. ഈവൻ ബന്ധുക്കൾ അല്ലെങ്കിൽ അർബാബുമാരെന്ന് പറഞ്ഞാൽ ബന്ധുക്കളായിട്ടുള്ള അവരുടെ ജീവിത രീതി എങ്ങനെയാണ്. അപ്പോൾ ഇതെല്ലാം ഞാൻ മാറ്റിയിട്ടുണ്ട്. അതിനെക്കുറിച്ചൊന്നും ആർക്കും സംസാരം. കുബൂസിനെ ഒരു പാക്കറ്റ് കൊണ്ടുവന്ന് കൊടുക്കുന്നൊരു ഇതായിട്ടാണ് കഥയിൽ എഴുതിയിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ അതങ്ങനെ മതിയായിരിക്കാം ആ കഥയ്ക്ക്. എനിക്ക് കുറച്ചും കൂടെ വേണം. കാരണം ഞാൻ കാണിക്കുന്ന മണലാരണ്യത്തിൽ ഒറ്റപ്പെട്ട് നിൽക്കുമ്പോൾ അവരവിടുത്തെ ഒരു സമ്പ്രദായമായി തെളിച്ച് വരുമ്പോഴാണ് കുറച്ചും കൂടെ ഞാൻ പഠിച്ചപ്പോൾ അവിടെ ഈ അറബ്സ് ആയിട്ടുള്ള ഇത്തരമുള്ള ബന്ധുക്കൾ ഇങ്ങനെ ചായ ഉണ്ടാക്കി കുടിക്കും. അവരുടെ ഏറ്റവും വലിയ വിനോദം ചായ ഉണ്ടാക്കി കുടിക്കുക. അപ്പോൾ അവിടെ ഒരു കുഞ്ഞ് അടുപ്പുണ്ടാവും. അതിൽ ഇന്ന് പറഞ്ഞ ഡീറ്റെയിലിംഗ് ഒക്കെ നമ്മൾ കൊണ്ടുവരിക. അപ്പം അത് ഒരു ചലച്ചിത്രകാരൻ്റെ സ്വാതന്ത്ര്യമാണ്. ഞാൻ സിനിമയാണ് എടുത്തത്, പുസ്തകമല്ല എടുത്തത്. ആ സിനിമ കാണാനായിട്ടാണ് പ്രേക്ഷകർ ഉണ്ടാവേണ്ടത്. കാരണം ലോകോത്തരങ്ങളായ എല്ലാ പുസ്തകങ്ങളിൽ നിന്നുള്ള എല്ലാ സിനിമകൾക്കും ഈ പറയുന്ന അഡോപ്റ്റഡ് സ്ക്രിപ്റ്റിൻ്റെ അകത്ത് ഒരു നിർബന്ധവും ഇല്ല അതിൻ്റെ ഒരു ഇത്രയും ഡീറ്റെയിലിംഗ് അതിൽ നിന്ന് എടുക്കണമെന്ന്. നോവലിനകത്ത് ഞാൻ കുറേ മുന്നെയാണ് നോവൽ വായിച്ചത്. എന്നാലും ഓർമ്മയുള്ള സിനിമ കണ്ടപ്പോഴതിങ്ങനെ ഓർമ്മയിൽ വരുന്നുണ്ടായിരുന്നു. ഈ ആടുകളുമായിട്ടുള്ള സ്വന്തം സൃഷ്ടിയാണ്, അതിൽ അവനവന് എനിക്ക് വേണമെന്ന് തോന്നിയതാണ് എടുത്തതെന്ന് പറയുമ്പോഴും ആടുകളുമായിട്ടുള്ളൊരു ബന്ധം കാണിക്കുമ്പം പിന്നെ ശരിക്കും ആ ഒരു റിലേഷൻ കാണിച്ചത് ആ ഒരു യാത്ര പറഞ്ഞ് പോകുമ്പോഴാണ് ആ ഒരു ബന്ധം നമുക്ക് അവിടെ ഫീൽ ചെയ്യുന്നത്. പക്ഷേ എനിക്കിഷ്ടപ്പെട്ട വേറൊരു സീൻ അതിലുണ്ടായിരുന്നത്, പിന്നെ ആടുകൾ ഇടിച്ചിട്ടിട്ട് ഇയാൾ അവിടുന്ന് ഉമ്മേനെ എനിക്ക് ഹോസ്പിറ്റലിൽ പോകണം ഉമ്മ എന്ന് പറയുമ്പോൾ ഒരു ആട്ടിൻകുട്ടി കരയുന്നൊരു സീനുണ്ടായിരുന്നു. അത് സത്യത്തിൽ അതാണൊരു അതിൽ ടച്ചിങ് മാത്രമല്ല, ഇത് കണ്ടിട്ടുള്ള സിനിമ കണ്ടിട്ടുള്ള എല്ലാവർക്കും അതിനെ ഭയങ്കരമായിട്ടും അപ്രിഷ്യേറ്റ് ചെയ്തിട്ടുള്ള, എനിക്കും ഞാൻ എഴുതിയതിലെ ഏറ്റവും ഇഷ്ടപ്പെട്ട സീൻ അതാണ്. കാരണം അതിന് ഭയങ്കര ഒരു വലിയൊരു ആത്മീയതയുണ്ട്. കാരണം ഞാനിതിനെ കാണുന്നതെന്ന് വെച്ചാൽ ഭൂമിയുടെ വലിയ മുകളിൽ നിന്നിട്ട് നോക്കുമ്പോൾ നമ്മളൊക്കെ 2-3 ആൾക്കാർ പൊട്ടുപോലെ നിൽക്കുന്നു. അവിടെ ഒരു പട്ടുകുട്ടി ഉണ്ടെന്നുണ്ടെങ്കിൽ പൂച്ച, ഇതെല്ലാം ഇതുപോലുള്ള ചെറിയ ചെറിയ ബിന്ദുക്കളാണ് അല്ലേ. അപ്പം അത്രയേ ഉള്ളൂ നമുക്കാ തോന്നുന്നത് നമ്മൾ വെൽ ഡ്രസ്ഡ് ആണെന്നും ഒക്കെ തോന്നുന്നത്. അപ്പം ഈ മൃഗത്തിന് പോലും ഒരു ചെറിയൊരു ആട്ടിൻകുട്ടിക്ക് പോലും ഇയാളുടെ വേദനയെക്കുറിച്ച് കൺസേൺ ആകുന്നു എന്ന് പറയുന്നത്, അയാളതിനെ കെട്ടിപ്പിടിച്ച് ഉമ്മ കൊടുക്കുന്നു എന്ന് പറയുന്നത്, അതിൽ കൂടെ എങ്ങനെയുള്ള ഒരു ആടുമായിട്ട് ഒരു ചേർന്ന് നിൽക്കുന്നു, അല്ലെങ്കിൽ അവർ തമ്മിലുള്ളൊരു കമ്മ്യൂണിക്കേഷൻ അതിനൊരു വേറൊരു
പേര് പറഞ്ഞ് വിളിക്കുന്നതിലും എത്ര മനോഹരമായ ഒരു ചിത്രീകരണം അത്. അതെ, തീർച്ചയായിട്ടും. അപ്പം അത് എനിക്കറിയത്തില്ല എന്താ പറയാ. ആ എന്നെ സംബന്ധിച്ച് അത് വായിച്ചിട്ട് പിന്നെ സിനിമ കാണുമ്പോൾ ഞാൻ നോക്കിയത് എങ്ങനെയായിരുന്നു, ആ ആടിന്റെ അല്ല അത് പുസ്തകത്തിലില്ല. പിന്നെ അപ്പം ഞാൻ ചിലപ്പോൾ ആ ഒരൊറ്റ രംഗം കൊണ്ട് ആ ഒരു ബന്ധത്തിനെ പറയാൻ ശ്രമിച്ചു എന്നുള്ളതാണ്. അത് തന്നെയാണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്കൊരു 3 മണിക്കൂർ കൊണ്ട് ഈ 43 ചാപ്റ്റർ പറയുന്നതിൻ്റെ അകത്ത് എനിക്ക് ഒരു ചെറിയ സൂചനകളിൽ കൂടെ പിന്നെ ബാക്കിയുള്ളവരിലേക്കാണ് എത്തുക. പിന്നീട് ആ ആട്ടിൻകുട്ടി അയാളുടെ പേര് വിളിച്ചിട്ടുണ്ടാവും, മറ്റു ഇത് ചെയ്തിട്ടുണ്ടാവും, പല കാര്യങ്ങളുണ്ടാവും, പല ബന്ധങ്ങളുണ്ടാവാം. അപ്പം അതൊന്നും നമ്മൾ പറയേണ്ട കാര്യമില്ലല്ലോ. നോവൽ വായിച്ചപ്പോൾ തോന്നിയിട്ടുള്ളൊരു കാര്യം തന്നെയാണ്, അതൊരു സിനിമയാക്കപ്പെടുകയാണെങ്കിൽ അതിൻ്റെ ഒരു ആദ്യ പാർട്ടിനേക്കാളും മനസ്സിൽ തോന്നിയത് ഒരു ഡെസേർട്ട് ക്രോസിങ്ങിന് തന്നെ പ്രാധാന്യം കൊടുത്തു പോകുമ്പോഴായിരിക്കും ഭംഗിന്ന് വെറുതെ നമ്മളൊക്കെ ഈ സിനിമകൾ ശ്രദ്ധിക്കുന്ന ആളുകളായതുകൊണ്ട് തോന്നിയതാണ്. അതിലാണ് ഫോക്കസ് ചെയ്തിട്ടുള്ളത്. അങ്ങനെ വരുമ്പം അപ്പോഴും നമുക്കുള്ളിലും ഒരു ആശങ്ക ഉണ്ടായിരുന്നു. അങ്ങനെ വരുമ്പം ആ ക്രോസിങ് വെറും മണൽ മാത്രമാണല്ലോ. ഈ ഒരു കാടോ അല്ലെങ്കിൽ ഒരു നഗരമോ ഒക്കെ കാണിക്കുമ്പോൾ നമുക്ക് എന്തെങ്കിലുമൊക്കെ വേറെ കാണിക്കാനുണ്ടാവും. ഈ മണലാരണ്യത്തിലൂടെ ഇങ്ങനെ ഇവർ പോകുമ്പം എവിടെയും മടുപ്പില്ലാതെ കൊണ്ടുപോകണം. അങ്ങനെ ഞാൻ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ എനിക്ക് ഫീൽ ചെയ്തത് ആ സ്റ്റാർട്ടിങ് തൊട്ടിട്ട് അത് ആ ഒരു ക്രോസിങ് അവസാനിക്കുന്നവരെ ഇങ്ങനെ ഇരുന്നതാണ്. പിന്നെ അത് ഒരു മടുപ്പും തരാതെ കൊണ്ടുപോയി എന്നുള്ളത് തന്നെയാണ്. അങ്ങനെ ഒരു ആശങ്ക ഉണ്ടായിരുന്നോ ചെയ്യുന്ന സമയത്ത്? അതായത് ഇപ്പം നമുക്കിപ്പം മരുഭൂമിയെ സംബന്ധിച്ചിടത്തോളം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഫ്ലാറ്റ് ലൈറ്റിലാണെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ ഡെപ്ത് പോലും അറിയത്തില്ല. കാരണം ആ ഒരു ഷെയ്ഡ്സ് വരുമ്പോഴാണ് ഇതിൻ്റെ ഇങ്ങനെ മടക്കുകൾ ഇങ്ങനെ മനസ്സിലാക്കുകയും, അതായത് ഈവനിങ്ങും മോർണിംഗും ഒക്കെയാണ് നമുക്ക് മരുഭൂമിയുടെ ഡെപ്ത് പോലും മനസ്സിലാക്കാൻ പറ്റും. അല്ലെങ്കിൽ ഇങ്ങനെ വളരെ പ്ലെയിനായിട്ട് കിടക്കുന്നൊരു സ്ഥലമാണ്. അപ്പം ഓരോ സീനും എങ്ങനെയാണ് ഏതെങ്കിലും തരത്തിൽ നമ്മളെ ഒരു ക്യൂരിയോസിറ്റി ഉണ്ടാക്കുന്ന തരത്തിലുള്ളൊരു ഉദ്യോഗം ഉണ്ടാകുന്ന തരത്തിലേക്ക് മൂവ് ചെയ്യണമെന്ന് വിചാരിച്ചിട്ട് തന്നെ, അതുകൊണ്ട് തന്നെ എല്ലാ സീനിലും എന്തെങ്കിലും അതിൻ്റേതായിട്ടുള്ളൊരു എലമെൻ്റ് ഉണ്ട്. അല്ലെങ്കിൽ അത് ഒഴിവാക്കിയാൽ പിന്നെ ഉണ്ടാകുന്ന ബുദ്ധിമുട്ടുകളുണ്ട്. അപ്പോൾ ആ രീതിയിൽ തന്നെയാണ് അത് ശ്രദ്ധിച്ചിട്ട് തന്നെയാണ്. അതുകൊണ്ട് തന്നെ ഇങ്ങനെ ഒരുപാട് ഇങ്ങനെ നടന്ന് അലയുന്നതും ഒന്നും അങ്ങനെയൊന്നും കാണുന്നില്ലല്ലോ. നടക്കുന്ന കാണുന്നുണ്ട്, പക്ഷേ അതിൻ്റെ ഒരു മടുപ്പിലേക്കൊന്നും നമ്മൾ പോകുന്നതിന് മുമ്പ് നമ്മൾ എഡിറ്റ് ചെയ്യുന്നുണ്ടല്ലോ. ആ രീതി സംഭവിച്ചത്. എന്നാൽ അതിൻ്റെ ഒരു അവസാന ഭാഗത്തേക്ക് എത്തുമ്പോൾ അതിൻ്റെ മ്യൂസിക്കുകളൊക്കെ കട്ട് ചെയ്യുകയും കുറച്ച് വേണമെങ്കിൽ ഒരു ലാഗ് ഫീൽ ചെയ്യണമെന്ന് എനിക്ക് തോന്നി. അത് മനഃപൂർവ്വമായി ചെയ്തതാണ്. കാരണം ഇയാൾ എങ്ങനെയെങ്കിലും അവിടെ എത്തണമെന്ന് നമുക്കും തോന്നണം, നമുക്കും ഇത് നടന്ന് മടുക്കണം കാണുന്നവനെ സംബന്ധിച്ചിടത്തോളം. ഇങ്ങനെയുള്ളൊരു സൈക്കോളജി ഒരുപാട് ഉപയോഗിച്ചിട്ടുണ്ട്. എന്ന് വെച്ച് കഴിഞ്ഞാൽ തുടക്കത്തിൽ ഇയാൾ മസ്രയിൽ ആദ്യമായിട്ട് വരുമ്പോഴും ഈ അറബി സംസാരിക്കുമ്പോഴത്തൊന്നും ഇളങ്ങൾ പകയ്ക്കുകയാണ്, ഇയാളുടെ ഉള്ളിൽ ഭീതി കയറിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോഴൊന്നും അയാൾ പറയുന്ന സബ്ടൈറ്റിലില്ല. അതെ അതെ. കാരണം ഞാൻ അതിൻ്റെ ഒരു ഇത് പറയാട്ടോ, ഞങ്ങൾ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ തിയേറ്ററിൽ പിന്നിലിരിക്കുന്ന ആളുകൾ പറയാം, ഇതെന്താ ഇത് സബ് ടൈറ്റിലൊന്നും എഴുതി കാണിക്കാതെ നമുക്കെങ്ങനെയാണ് ഈ അറബി മനസ്സിലാവുക, നമുക്കിത് മനസ്സിലാവണ്ടേന്നൊക്കെ. പക്ഷെ എനിക്ക് പെട്ടെന്ന് അത് റിലേറ്റ് മനസ്സിലായിരുന്നു. നമുക്ക് ആ ഫീല് വരാൻ വേണ്ടി അങ്ങനെ തന്നെയാണോ അത്? തീർച്ചയായിട്ടും. അതിനൊക്കെ സബ് ടൈറ്റിൽ ഇപ്പം പിന്നീട് ഉണ്ടായ ഈ പുറത്തോട്ടൊക്കെ കൊടുത്തിട്ടുള്ള ഇംഗ്ലീഷ് സബ് ടൈറ്റിൽ വരുന്നിടത്ത് ടോട്ടലി പിന്നെ നമ്മൾ കൊടുത്തിട്ടുണ്ട്. പക്ഷേ ഈ പോർഷനിൽ നമ്മൾ ഇതിൽ വന്നതെന്ന് വെച്ചാൽ അയക്കുണ്ടായ ബുദ്ധിമുട്ടുണ്ടല്ലോ. അയക്ക് എന്തുകൊണ്ട് കൃത്യമായി പ്രതികരിക്കാൻ പറ്റാത്തതെന്ന് പറഞ്ഞാൽ ഈ ഭാഷ അറിയാൻ പറ്റാത്തതിൻ്റെ ഒരു കോംപ്ലക്സ് അയാൾ വർക്ക് ചെയ്യുക, അല്ലെങ്കിൽ അതിൻ്റെ ഒരു ഭയം വർക്ക് ചെയ്യുക എന്ന് പറയുന്നത്. അത് വർക്ക് ചെയ്യാൻ വേണ്ടിയാണ് നമ്മൾ അങ്ങനെ ചെയ്തത്. പിന്നീട് വരുമ്പോഴത്തേക്ക് നമുക്ക് പ്രസക്തമായ കാര്യങ്ങൾ നമ്മളും മനസ്സിലാക്കി പോകണം എന്നുള്ളത് കൊണ്ട് നമ്മൾ സബ് ടൈറ്റിൽ കാണിക്കുന്നത്. പുസ്തകത്തിന് ഈ പ്രശ്നമൊന്നുമില്ല, മൊത്തം മലയാളത്തിൽ തന്നെയാണ് എഴുതി വെക്കുന്നത്. അല്ല, അത് നമുക്ക് അതുകൊണ്ട് തന്നെയാണ് കേട്ടോ ആ ഫീലും വന്നത്. അതായത് അയാൾക്ക് അയ്യോ മനസ്സിലാവുന്നില്ലല്ലോ ഇല്ലല്ലോ എന്ന് നമുക്കും തോന്നിയത്, നമുക്കും അത് മനസ്സിലാവാത്ത കൊണ്ട് തന്നെയാണ്. അല്ലെങ്കിൽ ചിലപ്പോൾ അത് അത്ര അങ്ങോട്ടേക്ക് കണക്റ്റ് ആയിന്ന് വരില്ല. പിന്നെ ഇതിൽ ഹക്കീമും ഖാദിരിയും ആ ഡെസേർട്ട് ക്രോസിങ്ങിൽ സത്യത്തിൽ അവരും കൂടെ വന്നത് കൊണ്ടാണ് എനിക്ക് തോന്നുന്നു ഒരു മടുപ്പില്ലാതെ ആ ക്രോസിംഗ് ഭാഗം കൊണ്ടുപോകാൻ പറ്റിയെന്നുള്ളത്. അവരുടെ ഒരു തിരഞ്ഞെടുപ്പ് എങ്ങനെയായിരുന്നു? ആ രണ്ടുപേരും മനോഹരമായിട്ട് അഭിനയിക്കുകയും ചെയ്തു. ഹക്കീം ഇവിടെ ഗോകുലിനെ പ്രത്യേകം എടുത്ത് പറയണം, കോഴിക്കോട്ടുകാരന് തന്നെയാണ്. ഒരുപാട് കുട്ടികളെ, ആ പ്രായത്തിലുള്ള കുട്ടികളെ നമ്മൾ
ഓഡിഷൻ ചെയ്തിരുന്നു. അപ്പോൾ അവരിലൊന്നും എനിക്ക് കൃത്യമായി ഒരാളെ എന്ന് വെച്ചാൽ ഒരുപാട് സാധ്യതയുള്ളതും എന്നാൽ ഉള്ള ഒരു ക്യാരക്ടറായിരുന്നല്ലോ ഹക്കീമിൻ്റെ. അപ്പം അത് കൃത്യമായി ഒരാളിൽ എത്തുക എന്ന് പറഞ്ഞാൽ അത് ആദ്യത്തെ ഒരു ഓഡിഷൻ കഴിഞ്ഞിട്ടും പൂർണ്ണ തൃപ്തിയാകാതിരിക്കുന്ന ഒരു സമയത്താണ് ഹക്കീമിനെ ഒരാൾ ഇവിടുന്ന് തന്നെ ഒരു ആൾ പരിചയപ്പെടുത്തുന്നതും അയാൾ എൻ്റെ അടുത്ത് വരികയും ഒക്കെ ചെയ്യുന്നത്. അപ്പോൾ അയാളുമായിട്ട് സംസാരിക്കുക, അയാളെ കൊണ്ട് ചില വിഷയങ്ങൾ ചെയ്യിച്ചൊക്കെ കാണിച്ചു കഴിഞ്ഞപ്പോൾ എനിക്ക് എന്തോ ഒരു കോൺഫിഡൻസ് തോന്നി. അതൊരു നിമിത്തമായിട്ട് വേണമെങ്കിൽ കരുതാം. അയാളും കൂടെ ആ ക്രോസിങ്ങിന്റെ ഭാഗമായപ്പോഴാണ് എനിക്ക് തോന്നുന്നു അതൊരു പ്രേക്ഷകരിലേക്ക് ആ ഒരു ഫീൽ എത്തിക്കാൻ പറ്റിയിരുന്നുള്ളത്. അവിടെ ഒരു സീന് പ്രത്യേകം എടുത്ത് പറയണം. ആ വെള്ളക്കുപ്പി വെച്ചിട്ട് ഒരു കാരക്കയും വെക്കുന്ന ആ ഒരു സീന്, അതും ഒരു ടച്ചിങ് ആയിരുന്നു. അതും പുസ്തകത്തിൽ ഇല്ലാത്തതാ. അതെ, പുസ്തകത്തിലുള്ളത് മനുഷ്യവാസം ഉണ്ടെന്ന് അറിയിക്കാനായിട്ട് അടുപ്പ് കൂട്ടാനായിട്ട് ഉപയോഗിച്ച ഇഷ്ടിക കഷ്ണങ്ങളെക്കുറിച്ച് എന്താ മറ്റാണ് പുസ്തകത്തിൽ. ഇപ്പൊ ഈ ഇഷ്ടിക കഷ്ണം എടുത്തോണ്ട് ഇവിടെ നടക്കാൻ പറ്റുമോ പിന്നീട്? അപ്പം ഇത് കുറച്ചൊക്കെ ഒരു ക്രിയേറ്ററുടെ സ്വാതന്ത്ര്യത്തിലേക്ക് വിടകുമ്പോഴാണ് അത് മനോഹരമാവുന്നത്. തീർച്ചയായിട്ടും ആ സീന് മനോഹരം തന്നെയായിരുന്നു. പിന്നീട് ആ കുപ്പി ഇങ്ങനെ കൊണ്ടുപോകല്ലേ, കുപ്പി പിന്നെ വേറൊരു ലെവലിലേക്ക് ഞാനത് പറയുന്നില്ല, കാണാത്ത ആൾക്കാർക്ക് അതൊരു അപ്പം കുപ്പി അങ്ങനെ ഒരു ക്യാരക്ടറായി വരിക. അപ്പോൾ ഇപ്പോഴും അങ്ങനെയാണല്ലോ, നമ്മൾ തനിച്ചാകുമ്പോൾ നമുക്ക് ചില പ്രോപ്പർട്ടികളായിരിക്കും നമുക്ക് ഇഷ്ടപ്പെടുക, അതിനെ നമ്മൾ ഇത് ചെയ്യുക. അപ്പോൾ ഇത് അത്തരത്തിലൊക്കെ ഒരു ഡീറ്റെയിൽ അങ്ങനെ ആലോചിച്ച് ചെയ്തതാണ്. ആ ഒരു കുപ്പിയും കാരക്കയും എന്നുള്ളൊരു ഇതെങ്ങനെ വന്നു എന്നല്ല. അവിടെ കാരക്ക അവിടെ പനയുടെ ചുട്ടി കിടന്നിട്ടാണല്ലോ വരുന്നത്. അപ്പോൾ ആളുടെ മിസ്സിങ് കഴിയുമ്പോൾ പിന്നെ ഇതിൻ്റെ അകത്ത് വേറൊരു വലിയൊരു ഇതുണ്ട്, ഒരു കരുതലുണ്ടല്ലോ. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് ഇഴ ബുദ്ധിയിൽ തോന്നണമെന്നില്ല. ഇപ്പം തന്നെ നമ്മൾ പല കാര്യങ്ങളും ചിന്തിക്കുമ്പോൾ ചെയ്യുന്ന പല കാര്യങ്ങളും അബദ്ധമായിരിക്കും, മറന്നു പോകും എന്നൊക്കെ എല്ലാവർക്കും പറ്റുന്നല്ല. ഒരുപാട് തിരക്കുകൾ അല്ലെങ്കിൽ ഒരുപാട് പ്രയാസങ്ങളൊക്കെ വരുമ്പോൾ ഇപ്പം അയാൾക്ക് കുറച്ച് നേരം കൂടെ കഴിയാനായിട്ടുള്ള ഊർജം പകരാനായിട്ടുള്ള ഒരു സാധനം അവശേഷിച്ചിട്ടാണ് അയാൾ പോകുന്നത്. അപ്പം അയാളെ സംബന്ധിച്ചിടത്തോളം അയാളുടെ വസ്ത്രങ്ങൾ അയാൾ കീറി പങ്കുവെച്ചു, അയാളുടെ പാദരക്ഷ പങ്കുവെച്ചു എന്നൊക്കെ പറയുന്നതിൻ്റെ തൊട്ടൊരു സഹനത്തിൻ്റെ ഒരു വലിയൊരു ലെവലിൽ ഒരു ആത്മീയത കാണിച്ച് എങ്ങനെ മറ്റൊരാൾക്ക് വേണ്ടി പലതും നമുക്ക് കൂടുതലുണ്ടെങ്കിൽ മാത്രമേ നമ്മൾ ഷെയർ ചെയ്യത്തുള്ളൂ, നമ്മളിൽ നിന്നൊന്നും പറിച്ചു കൊടുക്കത്തില്ല. അപ്പോൾ എന്നൊക്കെ പറയുന്ന ചില വലിയ രാഷ്ട്രീയം പറഞ്ഞിട്ടുണ്ട്, അതിനെക്കുറിച്ചൊന്നും ആരും പറയുന്നില്ല എന്നുള്ളൊരു വിഷമം കൂടെ ഉണ്ട്. അതുകൊണ്ട് മനസ്സിലാകാതെ പോകുന്നതാണ് ആൾക്കാർക്ക്. അതോ ഇങ്ങനെയൊക്കെ സിനിമ ചെയ്യേണ്ട ആവശ്യമില്ല എന്ന് തോന്നുന്നതാണ്. പക്ഷെ പറയുന്ന ആൾക്കാരുണ്ട്, പറയുന്നവർക്ക് ചിലർക്ക് തീർച്ചയായിട്ടും സിനിമേനെ അങ്ങനെ ആഴത്തിൽ ശ്രദ്ധിക്കുന്ന ഒരു സീൻ തന്നെയാണത്. പുസ്തകം വായിച്ചവർക്കാണെങ്കിൽ അത് കൂടുതലൊരു പുസ്തകത്തിലില്ലാത്ത എന്നാൽ വളരെ മനോഹരമായ ഒരു കാഴ്ച എന്നുള്ളതിൻ്റെ ഒരു സുഖമുണ്ട്. കാരണം അയാൾ കണ്ണ് തുറക്കുമ്പം കുറേ നേരം അയാൾ ഒന്നും കാണുന്നില്ലല്ലോ, പിന്നെയാണ് ഈ ഒരു കുപ്പിയും ഇതും കാണുന്നത്. അത് അയാൾക്ക് കൊടുക്കുന്ന ആശ്വാസം പോലെ തന്നെ കണ്ടുകൊണ്ടിരിക്കുന്ന പ്രേക്ഷകർക്കും വലിയൊരു ആശ്വാസമാണ് നൽകിയത്. നജീബിലേക്ക് വരുമ്പോൾ പൃഥ്വിരാജിനെയാണ് കാസ്റ്റ് ചെയ്തത്. പൃഥ്വിരാജിനെ സംബന്ധിച്ച് പൃഥ്വിരാജിൻ്റെ മുൻകാല ചിത്രങ്ങളൊക്കെ തന്നെ നോക്കിയാലും അയാളാണ് പലപ്പോഴും അവിടെ പൃഥ്വിരാജിനെയാണ് കാണുന്നത് കഥാപാത്രത്തിനേക്കാൾ. അങ്ങനെ ഒരാളെ കാസ്റ്റ് ചെയ്യുമ്പോൾ നജീബായിട്ട് നമുക്ക് പൃഥ്വിരാജിനെ കാണാൻ പറ്റുന്നില്ലല്ലോ ഇതിൽ, പക്ഷേ കാണുന്നില്ല. ഇതിൽ എനിക്ക് തോന്നുന്നു അയാളും ഞാനും തമ്മിൽ നിന്നുള്ളൊരു സിനിമയാണ് പൃഥ്വിരാജിനെ എനിക്ക് അങ്ങനെ തോന്നാതിരുന്നത്. അത് കഴിഞ്ഞിട്ട് പിന്നെ എനിക്ക് ഈ ഒരു മൂവിയിലാണ് പൃഥ്വിരാജ് ഉണ്ടായിരുന്നില്ല. പൃഥ്വിരാജിനെ നിങ്ങൾക്ക് തോന്നുന്നതായിട്ടുള്ള മൊമെൻറ്റുകളെയൊക്കെ നമ്മൾ കൂടുതലായിട്ട് മനസ്സിലാക്കുകയും പഠിക്കുകയും ചെയ്തതിന് ശേഷം അതിനെയൊക്കെ ഒഴിവാക്കുന്ന തരത്തിലാണ് ഇതിൻ്റെ ഒരു ഡിസൈനിങ് എന്ന് വേണമെങ്കിൽ പറയാം. അത് അദ്ദേഹത്തിന് കൃത്യമായി മനസ്സിലാക്കുകയും ആ ഒരു രീതിയിലേക്ക് വളരെ ഔട്ട്സ്റ്റാൻഡിംഗ് ആയിട്ട്, ഞാനത് ഒരു നടൻ എന്നുള്ള രീതിയിൽ അദ്ദേഹത്തിനെ വളരെയധികം ആ കാര്യത്തിൽ ഞാൻ അംഗീകരിക്കുന്നു. കാരണം ഞാൻ എന്ത് പറഞ്ഞാലും അത് മനസ്സിലാക്കുകയും അതുപോലെ എൻ്റെ മുഖത്തല്ലല്ലോ എക്സ്പ്രഷൻ വരണ്ടേ, അദ്ദേഹത്തിൻ്റെ മുഖത്തല്ലേ വരണ്ടേ, അദ്ദേഹത്തിൻ്റെ മുഖത്തല്ലേ ചലനങ്ങളിലെ കണ്ണുകളിലെ ഒക്കെ ഇങ്ങനെ മൈന്യൂട്ടായിട്ട് അതിന് എല്ലാം ഞാൻ പറയുന്നതല്ലല്ലോ,
നമ്മൾ അതിൻ്റെ ഒരു സിറ്റുവേഷനിലേക്ക് കൊണ്ടെത്തിക്കുന്നു, അതിന് വേണ്ടുന്ന ഒരു മൂഡ് ക്രിയേറ്റ് ചെയ്യുന്നതെന്ന് മാത്രമാണല്ലോ ചെയ്യുക പലപ്പോഴും. അല്ലെങ്കിൽ നമ്മൾ പറയുമ്പോൾ തന്നെ കറക്റ്റ് ചെയ്യുക എന്നുള്ളത് മാത്രമേ. പക്ഷേ എല്ലാം ചെയ്യുന്ന അദ്ദേഹം തന്നെയല്ലേ. അപ്പോൾ അതൊരു വലിയൊരു അദ്ദേഹത്തിന് എൻ്റെ പ്രതിഭയെ നമുക്ക് മനസ്സിലാക്കാനായിട്ട് ഈ സിനിമ വേണ്ടി വന്നു എന്നുള്ളത് എനിക്ക് വലിയ സന്തോഷം തരുന്നു. മികച്ചൊരു അഭിനയം എന്ന് തോന്നിയത് ആ ഡെസേർട്ട് ക്രോസിങ്, ഡെസേർട്ടിലെത്തിയത് തൊട്ടിട്ട് ഇങ്ങോട്ടുള്ളൊരു ഭാഗമാണ്. ആദ്യ ഭാഗത്ത് എനിക്ക് തോന്നുന്നു കുറച്ചൊക്കെ നമുക്ക് ആ ഒരു സാധാരണ ഒരു കോളേജിലൊക്കെ ബെസ്റ്റ് ആക്ടർ ആയിരുന്നു. പക്ഷേ ബെസ്റ്റ് സംവിധായകനായിട്ട് ഇപ്പം അറിയപ്പെടുന്നത്. എങ്ങനെയാണ് പത്മരാജൻ്റെ അസിസ്റ്റൻ്റായിട്ടാണ് തുടക്കം. ആ കാലത്ത് മികച്ച ഒരുപാട് സംവിധായകരുള്ളൊരു കാലത്ത് പത്മരാജനിലേക്ക് എത്തുന്നത് എങ്ങനെയാണ്? അതൊരു പത്മരാജൻ മതി എന്നതൊരു തെരഞ്ഞെടുപ്പായിരുന്നോ, അല്ലെങ്കിൽ അപ്രതീക്ഷിതമായിട്ട്? ഞാൻ ആ കാലത്ത് ഒരുപാട് ഫിലിം സൊസൈറ്റികൾ വർക്ക് ചെയ്തിരുന്നു, ഫിലിം സൊസൈറ്റി കൊണ്ട് നടന്നിരുന്നു. ഒരു ഫിലിം ഇൻസ്റ്റിറ്റ്യൂട്ടിൽ ഒരു അഡ്മിഷൻ കിട്ടുക എന്നുള്ളൊരു ആഗ്രഹത്തിൽ പല പ്രാവശ്യം പൂനെയിലും അടയാറിലുമൊക്കെ ടെസ്റ്റ് എഴുതുകയൊക്കെ ചെയ്ത. അതിൻ്റെ മുഖ്യ കാരണം എന്ന് പറഞ്ഞാൽ ശ്രീ KG ജോർജ് എന്ന് പറയുന്ന ഒരു വലിയ പ്രതിഭ, അദ്ദേഹം പൂനെ ഫിലിം ഇൻസ്റ്റിറ്റ്യൂട്ടിൽ നിന്ന് ഇറങ്ങിയ ഒരാളാണ്. അദ്ദേഹം എൻ്റെ നാട്ടുകാരനും എനിക്ക് വളരെ അടുത്തറിയുന്ന ഒരാളുമാണ്. അപ്പോൾ ആ ഒരു ആഗ്രഹം കൊണ്ടാണ് അങ്ങനെ പോയതെങ്കിൽ പോലും എനിക്ക് ഇവിടെയൊന്നും അഡ്മിഷൻ കിട്ടിയില്ല. അടയാറിൽ എൻ്റെ ഈ ബെസ്റ്റ് ആക്ടർ സർട്ടിഫിക്കറ്റൊക്കെ കണ്ടുകൊണ്ടായിരിക്കും ആക്ടിങ് കോഴ്സിന് എനിക്ക് ലഭിക്കുകയുണ്ടായി. പക്ഷേ ഞാനത് തിരഞ്ഞെടുത്തില്ല. പിന്നീട് ഞാൻ ജോർജ് സാറിൻ്റെ അടുത്ത് അസിസ്റ്റൻ്റ് ആകാൻ വേണ്ടിയാണ് ശ്രമിച്ചത്. അപ്പോൾ ഒരു സിനിമയിൽ അസിസ്റ്റൻ്റ് ആക്കാമെന്ന് പറയുകയും അതിന് പോയി അതിൻ്റെ ഷൂട്ടിങ്ങിൻ്റെ തലേന്ന് ചെന്ന് കഴിഞ്ഞപ്പോൾ ആ സിനിമ ക്യാൻസലാവുകയും ചെയ്യുകയൊക്കെ ചെയ്ത ദുരനുഭവമാണ് എനിക്കുള്ളത്. പിന്നീടാണ് ഈ നമുക്ക് വാർക്കാൻ മുന്തിരിത്തോപ്പുകൾ എന്ന് പറയുന്ന സിനിമ, അതും ഞങ്ങളുടെ നാട്ടിൽ നിന്നുള്ള ശ്രീരാഗം മൂവീസിൻ്റെ ബാനറിൽ ശ്രീ മണിമല്യത്ത് പ്രൊഡ്യൂസ് ചെയ്യുന്നൊരു സിനിമയാണ്. അപ്പോൾ ഞങ്ങളുടെ കടയുടെ തൊട്ടടുത്ത കടയാണ് അവരുടെ തുണിക്കട. അങ്ങനെ ഒരു റെക്കമെൻഡേഷന് സാധിക്കും എന്നുള്ളത് വെച്ചിട്ട് അങ്ങനെ പോയി അദ്ദേഹത്തിനായിട്ടൊരു അവസരം ലഭിക്കുകയുണ്ടായി. ഈ മറ്റ് സിനിമകളിലൊക്കെ കാണിച്ച പോലുള്ള ഒരു ഇഴയെടുപ്പം ഇവിടെ നജീബും സൈനുവും തമ്മിലുള്ള ബന്ധം കാണിക്കുമ്പോൾ കണ്ടില്ല. അതെനിക്ക് ഫീൽ ചെയ്തതാണോ എന്നറിയില്ല. ചില ആൾക്കാർ ഈ ഭയങ്കര റൊമാൻസ് കൂടിപ്പോയി എന്ന് പറയുന്ന ആൾക്കാരുണ്ട്. അല്ല, അതിൽ ആ സിനിമകളൊക്കെ കണ്ട സമയത്ത് തോന്നിയ ഒരു ഫീൽ ഉണ്ടായിരുന്നു, ഒരു വല്ലാത്തൊരു. കാരണം വളരെ ഒരു 3-4 സീനല്ലേ ഉള്ളൂ ഇവർ തമ്മിൽ ഉള്ളത് എനിക്ക് പറയാനായിട്ട്, പിന്നീട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനായിട്ട് ഒന്നും ഇല്ലല്ലോ. അപ്പം വളരെ അതിൻ്റെ ഒരു ലിമിറ്റേഷൻ, കഥയുടെ മുഖ്യമായ ഒരു ഘടകം അതല്ല. അയാളുടെ ഓർമ്മകളിൽ നിൽക്കുന്ന ഒരു കുടുംബമുണ്ട്, അയാളുടെ ഓർമ്മകളിൽ സൂക്ഷിക്കുന്ന ഒരു പെണ്ണുണ്ട്, അവളുടെ ശബ്ദമുണ്ട്. ഇത്രമാത്രം എനിക്ക് മതിയായിരുന്നു എന്നുള്ളതാണ്. അത്രമാത്രം പോലും പുസ്തകത്തിലില്ല എന്നുള്ളതാണ്. അതുകൊണ്ടാണ് അവരുടെ എന്നിട്ടും ഞാൻ ആ ബന്ധത്തിന് ഒരു പ്രണയത്തിൻ്റെ കാൽപ്പനികതയുടെ ഒരു മുഖം കൊടുക്കാൻ ശ്രമിച്ചിട്ടുണ്ട്. ഒരു അഭിമുഖത്തിൽ പറഞ്ഞു കണ്ടു, സൈനുവിൻ്റെ കഥാപാത്രത്തിനെ വികസിപ്പിക്കാൻ വേണ്ടിയിട്ട് ആലോചിച്ചിരുന്നു എന്നുള്ളത്. ഇപ്പം ആടുജീവിതം 2 വരും എന്നൊക്കെ കേൾക്കുന്നുണ്ട്. അത് ഈ സൈനുവിനെ വികസിപ്പിക്കാനാണ്? അത് ഞാൻ ഇതുമായി ബന്ധപ്പെട്ട് ഇതിൻ്റെ ഒരു പ്രൊമോഷൻ്റെ ഘട്ടത്തിൽ ഞാൻ ഡിഫറൻ്റായിട്ടൊന്ന് വിചാരിച്ചു. ഈ സൈനുവിൻ്റെ ഒരു കാത്തിരിപ്പുണ്ടല്ലോ, അതൊരു 3-4 സീക്വൻസായിട്ട് ഇങ്ങനെ വെറുതെ ഒരു 3-5 ഷോട്ടുകളിൽ ഡിഫറൻ്റായിട്ട് ഈ പോസ്റ്റ് ഓഫീസിൽ കാത്തിരിക്കുന്നതും ബൂത്തിൻ്റെ അവിടെ കാത്തിരിക്കുന്നതും ഒക്കെ ആയിട്ടുള്ള അവരുടെ ചില കമൻസും ഇവിടെ മാത്രം ഫോക്കസ് ചെയ്തുകൊണ്ട് സമൂഹം ഇങ്ങനെ ഒറ്റപ്പെട്ട് കഴിയുന്നൊരു പെണ്ണിനെ എങ്ങനെയാണോ നോക്കിക്കാണുന്നത് എന്നുള്ളത് വെച്ചിട്ട് ചെയ്യാമെന്ന് വിചാരിച്ചു. പിന്നെ അത് ആ സമയത്താണ് ഭയങ്കരമായ മഴയും, ഷൂട്ടെല്ലാം പ്ലാൻ ചെയ്താണ് എല്ലാം ക്രമീകരിച്ച് കണ്ടിന്യൂസ് മഴയൊക്കെ വന്നിട്ട് അങ്ങനെ ബ്ലോക്ക് ആവുകയും പിന്നെ അത് വേണ്ടാന്ന് വെക്കുകയാണ് ചെയ്തത്. ആ സമയത്ത് അത് എഴുതുമ്പോൾ അതുമായി ബന്ധപ്പെട്ട് നമ്മളിങ്ങനെ ചിന്തിച്ചതാണ്, ഈ കുട്ടി എന്തെല്ലാം വിഷമത്തിൽ കൂടെ പോയിട്ടുണ്ടാകും, അതിനൊരു കഥയുണ്ടല്ലോ എന്നൊക്കെ പറയുന്നത്. അത് ഞാൻ സൈനുവിൻ്റെ അടുത്ത് അമലയുടെ അടുത്ത് ഞാൻ പറയുകയും ഇങ്ങനൊരു സിനിമയ്ക്കുള്ളൊരു സാധ്യതയുണ്ട് എന്ന് പറഞ്ഞിട്ട് നമ്മൾ അതിനൊരു കഥ പോലെ ഞാൻ പറഞ്ഞു വെച്ചിരുന്നു എന്നാണ്. അത് വേണമെങ്കിൽ എനിക്കല്ല വേറെ ഒരാൾക്ക് വേണമെങ്കിൽ ഇനി സിനിമയാക്കാം. കാഴ്ചയായിരുന്നു ആദ്യ ചിത്രം.
അതിൽ മമ്മൂട്ടിയാണ് നായകൻ. പിന്നീട് തന്മാത്ര വന്നപ്പോൾ മോഹൻലാൽ. ഇവർക്കൊക്കെ സത്യം പറഞ്ഞാൽ ഒരു മികച്ച വേഷങ്ങളാണ് നൽകിയത്. ഓരോ ഈ കഥയൊക്കെ എഴുതുന്ന സമയത്ത് കാഴ്ച ചെയ്യുന്ന സമയത്ത് മമ്മൂട്ടിയാണ് ആ കഥാപാത്രം ചെയ്യേണ്ടതെന്ന് തീരുമാനിച്ചെഴുതിയതാണോ? അതെ, മമ്മൂക്കയാണല്ലോ എന്നോട് പറയുന്നത് നീ എഴുതാൻ. നീ കഥയുണ്ടായിരുന്നുള്ളൂ, സ്ക്രിപ്റ്റ് ഉണ്ടായിരുന്നില്ല. എന്നോട് കഥ പറഞ്ഞ പോലെ നീ എഴുത്. അങ്ങനെയാണ് സ്ക്രിപ്റ്റ് എഴുതാൻ ഞാൻ ആദ്യമായിട്ട് പഠിക്കുന്നത്. അപ്പം തീർച്ചയായിട്ടും മമ്മൂക്ക ആണ് ചെയ്യുന്നതെന്നുള്ള വെച്ചിട്ട് തന്നെയാണ് നമ്മളത് എഴുതിയിട്ടുള്ളത്. തന്മാത്രയും അങ്ങനെ സംഭവിച്ചത് തന്നെയാണോ, അല്ലെങ്കിൽ എഴുതി കഴിഞ്ഞ്? അല്ല, തന്മാത്രയ്ക്കും കഥയുണ്ടായിരുന്നു. പക്ഷെ അതിൻ്റെ ഒരു സ്ക്രിപ്റ്റിലേക്ക് വരുന്നതിന് മുമ്പായിട്ട് മോഹൻലാലാണ് സിനിമ ചെയ്യുന്നതെന്നുള്ളത് ഏകദേശം ഒരു തീരുമാനമായിട്ടുണ്ടായിരുന്നു. പിന്നെ സ്ക്രിപ്റ്റ് വായിച്ചതിന് ശേഷമാണ് ഫൈനലൈസ് ചെയ്യുന്നത് മാത്രമേ ഉള്ളൂ. എന്ന് പറഞ്ഞുകൊണ്ട് നമ്മൾ അവർക്ക് അവരുടെ ഒരു രീതിക്കായിട്ട് അങ്ങനെ ശ്രമിക്കാറില്ല. അതേപോലെ സിനിമകളിലെ സ്ത്രീ കഥാപാത്രങ്ങൾ കുട്ടികളും പുരുഷന്മാരും ഗാർഹികതയൊക്കെ ആയിട്ടാണ് ബന്ധപ്പെട്ട് കിടക്കുന്നത്. അതിനപ്പുറത്തേക്കൊരു സ്ത്രീ കഥാപാത്രത്തിനെ വികസിപ്പിച്ചെടുക്കണം എന്ന് തോന്നിയിട്ടുണ്ട് എപ്പോഴെങ്കിലും? ഞാൻ എൻ്റെ പരിമിതികളിലാണ് ഞാൻ വളരെ അതിശയത്തോടുകൂടി നോക്കി നിൽക്കുന്ന ഒരു വിഷയമാണ് സ്ത്രീ. നമ്മളെ അമ്പരപ്പിക്കുകയും ഒരുപാട് അറിയാം, ചിലപ്പം ഞാൻ അറിഞ്ഞത് ഒന്നുമല്ല എന്ന് തോന്നുകയും ഒക്കെ പറ്റുന്ന തരത്തിൽ എന്താ പറയുക, ഞാൻ അല്പമായിട്ട് മാത്രമല്ലേ ഒരു സ്ത്രീ അറിഞ്ഞിട്ടുള്ളൂ എന്നൊക്കെ തോന്നും പലപ്പോഴും. ഒരുപാട് സാധ്യതകളുണ്ടാവാം. അതിന് പറ്റുന്ന ഒരുപാട് നല്ല കഴിവുള്ള നടികളുമുണ്ട് നമുക്ക്. ഞാൻ പലരോടും പറയാറുണ്ട്, നിങ്ങൾക്കൊന്നും നല്ല വേഷങ്ങൾ കിട്ടുന്നില്ലല്ലോ എന്നൊക്കെ. എൻ്റെ ഉത്തരവാദി ഞാനും കൂടെ ആയിരിക്കാം. അപ്പം അറിയത്തില്ല. പിന്നെ ഒരു ഇതിനകത്ത് എല്ലാത്തിലും ഒരു സ്ത്രീയുടെ പലതരത്തിലുള്ള മനോനിലകളുണ്ട്. തന്മാത്രയിലെ ലേഖ എന്ന് പറഞ്ഞ ക്യാരക്ടർ ഒരു സ്ത്രീക്ക് മാത്രമേ ഭർത്താവ് മരിച്ചു കിടക്കുമ്പോൾ മകൻ അവിടെ IAS-ൻ്റെ ഫൈനൽ കോളിന് ഇൻ്റർവ്യൂവിന് പോയിരിക്കുന്നു എന്ന് പറഞ്ഞ ആ ഒരു കാര്യത്തിനെ, ആ വിഷയത്തെ, ആ സീക്വൻസിനെ അങ്ങനെ ഡീൽ ചെയ്യാൻ പറ്റുമെന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. ആ രീതിയിലാണ് ഞാനത് കാണുന്നത്. എല്ലാ സ്ത്രീകൾക്കും ഒരു അത്തരത്തിൽ ഇപ്പം കൊൽക്കത്ത ന്യൂസിലെ മീരാസൻ ചെയ്ത ക്യാരക്ടറും കുറേയെങ്കിലുമൊക്കെ ഇതിനോട് നീതി കാണിച്ചിട്ടുണ്ടെന്നാണ് തോന്നുന്നത്. പിന്നെ പ്രണയത്തിലെ ഗ്രേസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, അതാണ് എനിക്കൊരു അതിൽ കുറച്ചെങ്കിലും ഒരു ഫീൽ ചെയ്തിട്ടുള്ളത്. ഒരു സ്ത്രീയെ ഞാൻ എപ്പോഴും ഇങ്ങനെ എനിക്കിങ്ങനെ ഭയങ്കരമായിട്ട് വെച്ച് കഴിഞ്ഞാൽ അതാണ് സ്ത്രീ എന്ന് തോന്നുന്നു അല്ലേ. ബന്ധങ്ങളെക്കുറിച്ച് ഇങ്ങനെ ഒരു ഭയങ്കര ഒരു നൂൽപ്പാലത്തിൽ കൂടെ നടന്നു പോകുന്ന ഒരു സ്ത്രീ. അല്ലാതെ തോന്നിയിട്ടുണ്ട് ഒരു കേന്ദ്ര കഥാപാത്രമായ ഒരു സ്ത്രീയെ കൊണ്ടുവന്നിട്ട് അങ്ങനെ ഒരു കഥാപാത്രത്തിനെ വികസിപ്പിച്ചെടുക്കണം എന്ന് എപ്പോഴെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ? ഒന്ന് ബേസിക്കലി ഞാൻ അങ്ങനെ ഒരു എഴുത്തുകാരനൊന്നും അല്ലല്ലോ. ഞാനൊരു അസിസ്റ്റന്റ് ഡയറക്ടറായിട്ട് വന്ന് ഇങ്ങനെ സിനിമകൾ ചെയ്യുന്ന ഒരാളെന്നുള്ളതല്ലാതെ എനിക്കൊരു റൈറ്റർ എന്നുള്ള രീതിയിൽ ഞാനൊരു എഴുത്തുകാരനാണ്. ഞാൻ സ്ത്രീയെക്കുറിച്ച് ഇങ്ങനെ ഒരു കാര്യം പോർട്രേറ്റ് ചെയ്യാമെന്നൊക്കെ വിചാരിക്കുന്ന ഒരു തൻ്റെ ഇടമുള്ള ഒരാളായിട്ട് എനിക്ക് അതിൻ്റെ അകത്ത് സിനിമയുണ്ടോയെന്നാണ് ഞാൻ നോക്കുന്നത്. എന്നാലും എല്ലാ സിനിമകളും സ്വയം എഴുതി അതിൻ്റെ തിരക്കഥ തയ്യാറാക്കിയതാണല്ലോ. അതുകൊണ്ടാണ് ഞാൻ ആ ഒരു ചോദ്യം ചോദിച്ചത്. ഉണ്ടാകുമായിരിക്കും. ഒരുപാട് വായനയുള്ള ഒരാൾ എന്ന നിലയ്ക്ക് വായിച്ച പുസ്തകങ്ങളിൽ ഇനി ഏതെങ്കിലും പുസ്തകം തോന്നിയിട്ടുണ്ടോ അതിന് സിനിമയാക്കാമെന്ന് തോന്നി, ആടുജീവിതം അല്ലാതെ? ഇല്ല, ഞാനിതിപ്പോൾ ഈ സിനിമയ്ക്ക് മുമ്പ് തന്നെ എനിക്ക് തോന്നിയിട്ടുള്ള, എനിക്ക് എഴുത്തിൻ്റേതായിട്ടുള്ള ഒരു 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 വലിയൊരു ത്രില്ല് എനിക്ക് പലപ്പോഴും ഒരു പുസ്തകം എഴുതുമ്പം നഷ്ടപ്പെടുന്നതായിട്ട് തോന്നിയിട്ടുണ്ട്. ഭ്രമരമൊക്കെ എഴുതുന്ന ശിവൻകുട്ടിയുടെ പെയിൻ എന്ന് പറഞ്ഞാൽ എന്നെ സംബന്ധിച്ചിടത്തോളം ഇന്നുമുണ്ട്. അപ്പോൾ അങ്ങനത്തെ അതെന്ന് വെച്ചാൽ അത് എൻ്റെ മനസ്സ് ഇപ്പം നേരത്തെ പറഞ്ഞില്ല, അതങ്ങനെ ഉണ്ടായില്ല, ഇതെങ്ങനെ ഉണ്ടായില്ല. ഇത് എഴുതാത്തവരണമാണെങ്കിൽ അറിയത്തില്ലല്ലോ, ആരുടെ കയ്യിൽ നിന്ന് എടുക്കുന്നതല്ലല്ലോ. അപ്പം
അതിനൊരു സൃഷ്ടിക്ക് അങ്ങനൊരു സുഖമുണ്ട് പലപ്പോഴും. പിന്നെ അതല്ലെന്നുണ്ടെങ്കിൽ ഇപ്പം നമ്മൾ ഓർമ്മ എന്ന് പറഞ്ഞ ചെറുകഥയിൽ നിന്ന് എൻ്റയർലി അതിൻ്റെ അകത്തുനിന്ന് ഒരു എലമെൻറ്റ് മാത്രം എടുത്തിട്ട് നമ്മൾ സിനിമ സാർ ഒത്തിരി അങ്ങനത്തെ സിനിമകൾ ചെയ്തിട്ടുള്ള അതിനൊക്കെ പറ്റും. പക്ഷേങ്കിൽ ഒരു ആദ്യമധ്യാന്തം ഇങ്ങനൊരു കഥയാണ് ചെയ്യുന്നതെന്ന് പറയുമ്പോൾ അതിന് ഉണ്ടാകുന്നൊരു എനിക്ക് കുറച്ച് ത്രില്ല് കുറയുന്നതായിട്ട് തോന്നിയിട്ടുണ്ട്, പ്രത്യേകിച്ച് അതിൻ്റെ ഒരു സ്ക്രിപ്റ്റ് തലത്തിൽ. തൃപ്തി കുറയുന്ന പോലെ. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇയാളുടെ ഒരു വേദനയും ഞാൻ എൻ്റെ ഒരു കഥാപാത്രമാണെന്നുണ്ടെങ്കിൽ ഇതിൽ കൂടുതൽ ചിലപ്പോൾ എനിക്ക് ഡെവലപ്പ് ചെയ്യാൻ പറ്റും ആയിരിക്കുമെന്ന് അങ്ങ് തോന്നല. ഇമോഷൻസ് ആണേലും അതാണ് എന്താണ് നേരത്തെ ചോദിച്ചില്ല ആ ബന്ധത്തിൽ അതുണ്ടായില്ല എന്നൊക്കെ പറഞ്ഞു. പുസ്തകത്തിൽ അതുണ്ടായിരുന്നില്ല, അപ്പോൾ അത്ര ഉള്ളതെങ്കിലും ഞാനായിട്ട് ഉണ്ടാക്കിയെടുക്കുന്ന. അപ്പം ഇത് എന്ന് എനിക്ക് തോന്നുന്ന രീതിയിൽ എൻ്റെ മനസ്സിൽ കൂടി ഈ നജീബ് വളരുമല്ലോ, എൻ്റെ മാത്രമായിട്ട്. മറ്റത് ഒരുപാട് വായിച്ച ആൾക്കാരുടെ മനസ്സിൽ കൂടെ പോകുന്നു, ബെന്യാമിൻ എഴുതി വെക്കുന്നു, എൻ്റെ ആളുണ്ടാകുന്നു എന്നൊക്കെ പറയുമ്പോൾ അതിനേക്കാൾ ചെയ്യില്ല എന്നൊന്നും ഞാൻ പറയുന്നില്ല. പക്ഷെ ഞാൻ ഇഷ്ടപ്പെടുന്നത് എൻ്റെ മാത്രമായ ഒരു കഥാപാത്രമാണെങ്കിൽ എനിക്ക് കുറച്ചുകൂടെ ഇഷ്ടം കൂടുതലായിരിക്കും. പിന്നെ എന്തുകൊണ്ടാണ് ആടുജീവിതം ഒരു അങ്ങനെ തിരഞ്ഞെടുത്തത്? അല്ല, ആടുജീവിതം അത് അങ്ങനെയൊന്നും ഞാൻ ചെയ്യത്തില്ല എന്ന് ഞാൻ പറഞ്ഞില്ലല്ലോ. ആടുജീവിതത്തിൻ്റെ ഒരു വലിയൊരു സാധ്യതയല്ലേ ഞാൻ പറഞ്ഞ നേരത്തെ. അതിൻ്റെ അകത്ത് ഏറ്റവും എനിക്ക് അതിൻ്റെ സൗന്ദര്യം തോന്നി അതിൻ്റെ ഒരു ഡെസേർട്ട് ക്രോസിങ് തന്നെയാണ്. അപ്പോൾ അത് ആടുജീവിതം എടുത്താലല്ലേ അങ്ങനെ ചെയ്യാൻ പറ്റുള്ളൂ. അങ്ങനെ സ്വാധീനിച്ച മറ്റേതെങ്കിലും പുസ്തകം ഉണ്ടോയെന്നായിരുന്നു ഞാൻ ചോദിച്ചത്. പഴയ കാലത്തൊക്കെ ഞാൻ പറഞ്ഞില്ലേ, ഇപ്പം മുകുന്ദൻ്റെ മയ്യഴിപ്പുഴയുടെ തീരങ്ങളൊക്കെ നമ്മളെ കുറുമ്പി ഒഴിച്ച് പൊടി തരുമോ എന്നൊക്കെ ചോദിച്ചുകൊണ്ടുള്ള വാക്കുകളൊക്കെ ഇപ്പോഴും വെള്ളിയാങ്കല്ലുകൾ തുമ്പികൾ പാറ് നടക്കുന്നു എന്നാണ് ലാസ്റ്റ് എഴുതിയ വാക്കുകൾ. അപ്പോൾ ഇതൊക്കെ ഞാൻ ഏത് കാലത്ത് വായിച്ചിട്ടുള്ള 40 വർഷങ്ങൾക്ക് മുമ്പ് വായിച്ചിട്ടുള്ള ഞാൻ എൻ്റെ മനസ്സിലിപ്പോൾ ഞാൻ പറയുന്നത്. അപ്പം അതൊക്കെ ഉണ്ട്. പക്ഷേ ഇപ്പോഴത്തെ ഒരു സിനിമയുടെ രീതിക്ക് അതൊക്കെ യോജിക്കുകയാണോ അല്ലയോ എന്നൊന്നും അറിയത്തില്ല. അടുത്ത പ്രൊജക്റ്റിനെ കുറിച്ച് ആലോചിച്ചിട്ടുണ്ടോ? ഇല്ല.